ഇറാൻ അമേരിക്ക യുദ്ധം തുടങ്ങിയ ശേഷം അമേരിക്കക്കുണ്ടായ ഏറ്റവും വലിയ നഷ്ടങ്ങളുടെ ദിനങ്ങളാണ് കഴിഞ്ഞുപോയത്. അമേരിക്കയുടെ അത്യാധുനിക യുദ്ധവിമാനങ്ങളാണ് ഈ ദിവസങ്ങളിൽ ഇറാൻ തകർത്തത്. മാർച്ച് 19 ഇറാനിൽ ഒരു കോമ്പാറ്റ് മിഷൻ നടത്തുന്നതിനിടെ ഒരു അമേരിക്കൻ F-35 ലൈറ്റനിങ് വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തിയെന്ന് മീഡിയകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ അത് ഇറാനിയൻ സൈന്യത്തിൻ്റെ വെടിയേറ്റതിനെ തുടർന്നാണ് എന്നാണ് മേഖലയിൽ നിന്നുള്ള വിവരങ്ങൾ. കഴിഞ്ഞ ഏപ്രിൽ 3 തങ്ങളുടെ പുതിയ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് ഇറാൻ ഒരു അമേരിക്കൻ F-35 സ്റ്റെൽത്ത് വിമാനം കൂടി വെടിവെച്ചിട്ടതായി വാർത്തകൾ വന്നു കഴിഞ്ഞു. മധ്യ ഇറാനിൽ വെച്ച് വിമാനം തകർത്തുവെന്നും വലിയ സ്ഫോടനത്തോടെയാണ് അത് തകർന്നു വീണതെന്നും അതിനാൽ പൈലറ്റ് രക്ഷപ്പെടാൻ സാധ്യതയില്ലെന്നും ഇറാൻ്റെ ഔദ്യോഗിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പതിവ് പോലെ ഈ അവകാശവാദവും അമേരിക്ക ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. സാധാരണയായി ഇത്തരം അതീവ രഹസ്യ വിമാനങ്ങളുടെ നഷ്ടങ്ങൾ അമേരിക്ക ഉടൻ വെളിപ്പെടുത്താറില്ലല്ലോ. ഇതുകൂടാതെ കഴിഞ്ഞ രാത്രിയും പകലുമായി ഇറാനിൽ തകർത്ത മറ്റൊരു അത്യാധുനിക F-15E യുദ്ധവിമാനത്തിലെ പൈലറ്റിനെ രക്ഷപ്പെടുത്താൻ നടത്തിയ അതിസാഹസികമായ ദൗത്യത്തിൽ അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ടത് വിലമതിക്കാനാവാത്ത സൈനിക സംവിധാനങ്ങളാണ്. ഈ ഓപ്പറേഷനിൽ നിരവധി അമേരിക്കൻ സൈനികർക്ക് പരിക്കേറ്റതായും എന്നാൽ ചിലർ കൊല്ലപ്പെട്ടതായും സ്ഥിരീകരിക്കാത്ത വാർത്തകളുണ്ട്. ഈ ദൗത്യത്തിൽ അമേരിക്കക്കുണ്ടായ കനത്ത നഷ്ടങ്ങൾ പലതാണ്. രക്ഷാപ്രവർത്തനത്തിന് എത്തിയ MC-130J വിഭാഗത്തിൽപ്പെട്ട 2 സ്പെഷ്യൽ ഓപ്പറേഷൻസ് വിമാനങ്ങൾ ഇറാനുമായുള്ള ഏറ്റുമുട്ടലിൽ തകർന്നു. അവർക്ക് ഈ 2 വിമാനങ്ങളും രക്ഷപ്പെടുത്താനായില്ല. ഇവ ശത്രുക്കളുടെ കൈകളിൽ അകപ്പെടാതിരിക്കാൻ അമേരിക്കൻ സൈന്യം തന്നെ സ്ഫോടനത്തിലൂടെ തകർത്തതാണ് എന്ന മുടന്തൻ ന്യായമാണ് ഇതിന് ഔദ്യോഗിക വിശദീകരണം. $120 ദശലക്ഷം വരെയാണ് ഇത്തരം ഒരു വിമാനത്തിൻ്റെ വില. സാധാരണ ട്രാൻസ്പോർട്ട് വിമാനങ്ങളെ അപേക്ഷിച്ച് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്ന അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങളാണ് ഇതിൻ്റെ വില ഇത്രയും വർദ്ധിപ്പിക്കുന്നത്. ശത്രുക്കളുടെ റഡാറിൽ പെടാതെ താഴ്ന്നു പറക്കാനും രാത്രി കാലങ്ങളിൽ അതീവ രഹസ്യമായി സൈനികരെ ഇറക്കാനും സാധിക്കുന്ന സംവിധാനങ്ങൾ ഇതിലുണ്ട്. പറക്കുന്നതിനിടയിൽ ഹെലികോപ്റ്ററുകൾക്കും മറ്റു വിമാനങ്ങൾക്കും ഇന്ധനം നൽകാനുള്ള ഏരിയൽ റീഫില്ലിംഗ് സംവിധാനവും ഇതിലുണ്ട്. മിസൈൽ ആക്രമണങ്ങളെ ചെറുക്കാനുള്ള ഡിജിറ്റൽ സങ്കേതങ്ങളും ഇൻഫ്രാറെഡ് കൗണ്ടർ മെഷറുകളും ഇതിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യൻ രൂപയിൽ ഏകദേശം ഒരു വിമാനത്തിന് മാത്രം 1000 കോടിയോളം രൂപ വില വരും എന്നോർക്കണം. ഇത്തരം 2 എണ്ണമാണ് പൈലറ്റിനെ രക്ഷിക്കാനുള്ള ഒരൊറ്റ ഓപ്പറേഷനിൽ അമേരിക്കക്ക് നഷ്ടമായത്. അടുത്തത് ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകളാണ്. അത്യാധുനിക സംവിധാനങ്ങളും സെൻസറുകളും ഘടിപ്പിച്ച പുതിയ മോഡലുകൾക്ക് $25 ദശലക്ഷം അഥവാ 210 കോടി രൂപ വരെ വില വരുന്നതാണ് ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകൾ. ഈ ദൗത്യത്തിനിടെ 2 ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകളാണ് തകർക്കപ്പെട്ടത്. അടുത്തത് F-15E സ്ട്രൈക്ക് ഈഗിൾ ഫൈറ്റർ ജെറ്റാണ്. F-15 പരമ്പരയിലെ ഏറ്റവും പുതിയ മോഡലായ F-15EX ഈഗിളിന് ഏകദേശം 90 ദശലക്ഷം മുതൽ $110 ദശലക്ഷം വരെയാണ് വില കണക്കാക്കുന്നത്. ഏകദേശം 750 മുതൽ 920 കോടി രൂപ വരെ ഇതിന് വില വരും. വെള്ളിയാഴ്ച ഇറാൻ വെടിവെച്ചിട്ട ഈ വിമാനം പൂർണ്ണമായും തകർന്നു. ഇതിലെ പൈലറ്റുമാരെ രക്ഷിക്കാനാണ് കഴിഞ്ഞ രാത്രി വമ്പൻ ഓപ്പറേഷൻ നടന്നത്. അടുത്തത് A-10 വാർത്തോഗ് വിമാനമാണ്. അടിസ്ഥാന വില $20 ദശലക്ഷം അടുത്താണെങ്കിലും പല വിമാനങ്ങളിലും പുത്തൻ ചിറകുകളും അത്യാധുനിക ആയുധ സംവിധാനങ്ങളും ഘടിപ്പിച്ചിട്ടുള്ളതിനാൽ ചില വിമാനങ്ങളുടെ മൂല്യം $120 ദശലക്ഷം വരെയാകുമെന്നാണ് കണക്കുകൾ. രക്ഷാപ്രവർത്തനത്തിന് കവചമൊരുക്കുന്നതിനിടെയാണ് ഈ A-10 വിമാനം തകർന്നത്. എന്നാൽ അതിൻ്റെ പൈലറ്റ് ഗൾഫ് മേഖലയിൽ രക്ഷപ്പെട്ടു എന്നാണ് വാർത്തകൾ. രക്ഷപ്പെടുത്തിയ കേണലിനും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ചില സൈനികർക്കും വെടിയേറ്റും മറ്റും പരിക്കേറ്റിട്ടുണ്ട് എന്നും വിവരങ്ങളുണ്ട്. എങ്കിലും എല്ലാവരെയും സുരക്ഷിതമായി പുറത്തെത്തിക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചു എന്നത് അവർ വലിയ നേട്ടമായി ആഘോഷിക്കുന്നുണ്ട്. ഇറാനിലെ പർവ്വത മേഖലയിൽ 36 മണിക്കൂറോളം ഒളിച്ചിരുന്ന പൈലറ്റിനെ കണ്ടെത്താൻ CIA ഈ പൈലറ്റിനെ നേരത്തെ പിടികൂടി എന്ന രീതിയിലുള്ള തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചാണ് ഇറാനിയൻ സൈന്യത്തെ വഴിതിരിച്ചുവിട്ടത്. ചിലർ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് തള്ളുന്നുണ്ട്, സ്വന്തം രാജ്യത്ത് വീണ അമേരിക്കൻ പൈലറ്റിനെ പിടിക്കാൻ സാധിക്കാത്ത ഇറാനാണോ അമേരിക്കയോട് യുദ്ധം ചെയ്യുന്നതെന്ന്. ആ ചോദ്യം ഈ വിഷയത്തെക്കുറിച്ചുള്ള അവരുടെ അറിവില്ലായ്മയാണ്. വിമാനം തകർന്ന് പൈലറ്റ് എത്തിപ്പെട്ടത് ഇറാനിലെ എളുപ്പം ചെന്നെത്താനാവാത്ത ഒരു മലനിരയിലാണ് എന്നോർക്കണം. ആ പൈലറ്റിനെ സംബന്ധിച്ചിടത്തോളം സാറ്റലൈറ്റ് ഫോണുകളും ജിയോ ലൊക്കേഷൻ സംവിധാനങ്ങളും അവരുടെ സൂട്ടുകളിൽ തന്നെ ഉണ്ടാവും. ഇതുപയോഗിച്ച് അവരുടെ കൃത്യമായ ലൊക്കേഷൻ അമേരിക്കൻ മിലിറ്ററി അറിയിക്കാൻ പൈലറ്റിന് നിഷ്പ്രയാസം സാധിക്കും. കറക്റ്റ് ലൊക്കേഷനിൽ എത്തുക എന്ന ദൗത്യം മാത്രമേ ബാക്കിയുള്ളൂ. എന്നാൽ ഇറാന് അയാളെ കണ്ടെത്താൻ ആ മലനിരകൾ മുഴുവൻ അരിച്ചു പെറുക്കണം. എന്നിട്ടും
മില്യൺ കണക്കിന് ഡോളറുകൾ വില വരുന്ന വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഇറാനുമായുള്ള ശക്തമായ ഏറ്റുമുട്ടലിൽ അവർക്ക് നഷ്ടപ്പെടുത്തേണ്ടി വന്നു. ഇത് അമേരിക്കയുടെ വിജയമല്ല, മറിച്ച് ഇറാന്റെ മണ്ണിലെത്തിയാൽ അവരുടെ ദൗത്യം എത്രമാത്രം ദുഷ്കരമാണ് എന്ന് തെളിയിക്കുന്നതാണ്. ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട് ധാരാളം വിവരങ്ങൾ ഇനിയും പുറം ലോകം അറിയാനിരിക്കുന്നു. ഏതായാലും ഇസ്രായേലിന് വേണ്ടി വേഷം കെട്ടിയ അമേരിക്കൻ മിലിറ്ററി ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്നത് ഒരു വലിയ ഊരാക്കുടുക്കിലാണ് എന്ന് പറയാതിരിക്കാനാവില്ല.